2022 റിലീസ് ചെയ്ത കാന്താര ഒരുപാട് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിച്ച സിനിമയായിരുന്നു. ആ ചിത്രത്തിൻ്റെ പ്രത്യേകത വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്ത സിനിമ വളരെ വലിയ വിജയം നേടി എന്നതായിരുന്നു. എന്നാൽ കാന്താരയുടെ പ്രീക്വലായി ഇറക്കിയ കാന്താര ചാപ്റ്റർ 1 ഇപ്പോൾ സകല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരുപക്ഷെ കർണാടകത്തിൽ KGFൻ്റെയൊക്കെ റെക്കോർഡുകളെ പഴങ്കഥയാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. അത്രമാത്രമാണ് കാന്താര ഇപ്പോൾ ജനങ്ങളിൽ ഉയർത്തിയ തരംഗം. ഋഷഭ് ഷെട്ടിയും രുക്മിണി വസന്തും ജയറാമും ഗുൽഷൻ ദേവയും പ്രമോദ് ഷെട്ടിയുമൊക്കെ അഭിനയിച്ച ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് സുരേഷ് മല്ലയ്യയാണ്. ഇത് നിർമ്മിച്ചത് ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ വിജയ് തിരകന്തൂരാണ്. രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ ഋഷഭ് ഷെട്ടി തന്നെയാണ്. 2022 പുറത്തിറങ്ങിയ കാന്താര ഇന്ത്യയിലുടനീളം ഒരു ബോക്സ് ഓഫീസ് സെൻസേഷനായി മാറുക മാത്രമല്ല, അതിൻ്റെ സൃഷ്ടാവും നായകനുമായ ഋഷഭ് ഷെട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി ദേശീയ അവാർഡുകൾ നേടുകയും ചെയ്തു. ഏകദേശം 2 വർഷത്തെ നിർമ്മാണത്തിന് ശേഷം, ഏകദേശം 2 വർഷത്തെ പ്രയത്നത്തിന് ശേഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിൻ്റെ പ്രീക്വൽ കാന്താര ചാപ്റ്റർ 1 വലിയ പ്രതീക്ഷകളോടെയാണ് ഇന്ന് തിയേറ്ററിലെത്തിയത്. എന്നാൽ ചിത്രം പ്രതീക്ഷകളെ കാത്തോ? 2022 സിനിമയിലെ സംഭവങ്ങൾക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ നടക്കുന്നത്. വിജയേന്ദ്ര രാജാവ് ആ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ ജയറാമാണ്. കുലശേഖരനെ, അതായത് ഗുൽഷൻ ദേവയ ചെയ്ത വേഷമാണ്. അടുത്ത ഭരണാധികാരിയായി കിരീടധാരണം ചെയ്യുന്നു. പക്ഷെ കുലശേഖരൻ നയിക്കാൻ യോഗ്യനല്ല. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരി കനകവതി, അത് രുക്മിണി വസന്ത് കൈകാര്യം ചെയ്ത വേഷമാണ്. ബുദ്ധിമതിയും വളരെ ഗ്രഹണശേഷിയുള്ളവളുമാണ്. അടുത്തുള്ള കാന്താര പ്രദേശത്ത് പ്രാദേശിക ഗോത്രങ്ങൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ അനുവാദമുള്ളൂ. രാജാക്കന്മാർക്ക് പോലും അവിടെ അധികാരമില്ല. കാന്താര ജനതയുടെ നേതാവായ ബർമെ, അതാണ് ഋഷഭ് ഷെട്ടി ചെയ്ത വേഷം, തൻ്റെ ശക്തിയാൽ കനകവതിയെ ആകർഷിക്കുകയും അവളുടെ പ്രശംസ നേടുകയും ബന്ദർ തുറമുഖത്ത് വ്യാപാരം നടത്താൻ തൻ്റെ ആളുകൾക്ക് അനുമതി നേടുകയും ചെയ്യുന്നു. കാന്താര ഗോത്രത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ കുലശേഖർ പ്രതിജ്ഞയെടുക്കുകയും ബർമയുടെ അമ്മ ഉൾപ്പെടെ നിരവധി ഗ്രാമീണരെ കൊല്ലുകയും ചെയ്യുമ്പോൾ സാഹചര്യങ്ങൾ പെട്ടെന്ന് ഒരു ഇരുണ്ട വഴിത്തിരിവിലേക്ക് മാറുന്നു. ഇത് ബർമയുടെ മറ്റൊരു വശത്തെ തുറന്നു കാട്ടുന്നു. അവിടെ അദ്ദേഹം വിവിധ ദേവതകളാൽ സ്വാധീനിക്കപ്പെടുന്നു. ബർമ എങ്ങനെയാണ് തൻ്റെ ഗോത്രത്തിന് നീതി നേടിക്കൊടുക്കുകയും ധർമ്മത്തിൻ്റെ പാത പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ട കാര്യം. കലാകാരന്മാരുടെ പ്രകടനങ്ങൾ വെച്ച് നോക്കിയാൽ ഒറിജിനലിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് നേടിയ ഋഷഭ് ഷെട്ടി പ്രീക്വലിൽ ഒരു ഗോത്ര നേതാവായി തിരിച്ചെത്തുന്നു. ആത്മാക്കൾ പിടിമുറുക്കുമ്പോഴെല്ലാം അദ്ദേഹം ഒന്നിലധികം അവതാരങ്ങൾ സ്വീകരിക്കുന്നു. ചിലപ്പോൾ ഒരു ദിവ്യശക്തിയെ ഉൾക്കൊള്ളുന്നു. മറ്റു നിമിഷങ്ങളിൽ വ്യത്യസ്ത ദേവതകളെ തൻ്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഈ സീക്വൻസുകളിൽ അദ്ദേഹം നിഷേധിക്കാനാവാത്ത വിധം ശക്തനും ആകർഷകവുമായി നമുക്ക് അനുഭവപ്പെടുന്നു. ചിത്രത്തിലെ ശ്രദ്ധേയമായ വേഷം രുക്മിണി വസന്താണ്. രാജകുമാരിയായ അവർ രാജകീയവും വളരെ തിളക്കമാർന്നതുമായി കാണപ്പെടുന്നു. മാത്രമല്ല, രണ്ടാം പകുതിയിലെ ഒരു ഭാഗത്തിൽ, ഒരു നിർണായകമായ ഭാഗത്തിൽ ഒരു മികച്ച പ്രകടനവും അവർ കാഴ്ചവെക്കുന്നു. വളരെ നന്നായി എഴുതപ്പെട്ട ഒരു കഥാപാത്രമാണിത്. അവരത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അല്പം പ്രായമുള്ള ഒരു രാജാവായി ജയറാം തിളങ്ങുന്നു. അതേസമയം ഗുൽഷൻ ദേവയ്യ തൻ്റെ വേഷത്തിന് വളരെ വിശ്വാസ്യത നൽകുന്നു. നിർഭാഗ്യവശാൽ സഹതാരങ്ങളും കോമിക് അഭിനേതാക്കളും വിനോദത്തേക്കാൾ കൂടുതൽ അരോചകമായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മുൻഭാഗത്തേക്കാൾ വളരെ വലിയ ബഡ്ജറ്റിലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മികച്ച വിഷ്വൽ ഇഫക്റ്റുകളും ശ്രദ്ധേയമായ പ്രൊഡക്ഷൻ ഡിസൈനുമൊക്കെ ഉണ്ട്. ഛായാഗ്രഹണം വളരെ മികച്ചതാണ്. VFXന്റെ കാര്യത്തിൽ ചില സീക്വൻസുകൾ വളരെ മികച്ചതാണെങ്കിലും ചിലത് കുറച്ചുകൂടി മികച്ചതാക്കാമെന്ന് നമുക്ക് തോന്നിപ്പോവും. മൊത്തത്തിലുള്ള ദൃശ്യ നിലവാരം വളരെ മികച്ചതാണ്. ക്യാമറയ്ക്ക് പിന്നിലെ അരവിന്ദ് കശ്യപിന്റെ പ്രവർത്തനം മറ്റൊരു പ്രധാന ഹൈലൈറ്റ് ആണ്. വന സീക്വൻസുകൾ അതിശയിപ്പിക്കുന്ന കൃത്യത പുലർത്തിയിരിക്കുന്നു. കാന്താര ചാപ്റ്റർ 1 അജനീഷ് ലോക്നാഥ് നൽകിയ സംഭാവനയും ഒരു പ്രധാന കാര്യമാണ്. അതിലെ ഐക്കണിക്കായ വരാഹരൂപം, അതിൻ്റെ ആ ശബ്ദ ട്രാക്കിൻ്റെ വശങ്ങളിൽ അദ്ദേഹം മികവ് പുലർത്തുന്നു. ഇതിലെ ഹൈലൈറ്റുകൾ പ്രധാനമായും രുക്മിണി വസന്തിൻ്റെ വേഷം തന്നെയാണ്. ഋഷഭ് ഷെട്ടിയുടെ പരിശ്രമങ്ങൾ, അഭിനയവുമൊക്കെ വളരെ മികച്ചതായി തന്നെ അനുഭവപ്പെടുന്നു. മാത്രമല്ല, ബിഗ് ബഡ്ജറ്റിൽ ഇറക്കിയ ഒരു ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൻ്റെ മേക്കിങ്ങും അതിൻ്റെ ദൃശ്യങ്ങളും ക്ലൈമാക്സും എല്ലാം വളരെ മനോഹരം തന്നെയാണ്. ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ആദ്യ പകുതിയിലെ വലിയൊരു ഭാഗം നമ്മെ അത്രയ്ക്ക് അങ്ങോട്ട് രസിപ്പിക്കണമെന്നില്ല. എന്നാൽ രണ്ടാം പകുതിയിലും വളരെ മികച്ച ഒരു അനുഭവം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇതിലെ കോമഡി വളരെ
അരോചകം തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ റൺ ടൈം വളരെ കൂടുതലാണ് എന്നുള്ള ഒരു ദോഷം ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഋഷഭ് ഷെട്ടി എഴുത്തുകാരൻ, സംവിധായകൻ, നായകൻ എന്നീ നിലകളിൽ തിരിച്ചെത്തുന്ന ചിത്രമാണ്. 2002 ബ്ലോക്ക് ബസ്റ്ററിൻ്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രീക്വലായ കാന്താര ചാപ്റ്റർ 1. ആ കാട്ടിലെ ആക്ഷൻ, ഫോറസ്റ്റ് ആക്ഷൻ ബ്ലോക്ക്, രഥത്തിലുള്ള ആ ഭാഗങ്ങൾ, കടുവയുടെ രംഗങ്ങൾ തുടങ്ങിയ ആ പ്രാരംഭ രംഗങ്ങളിലൂടെ വളരെ മികച്ച നിലവാരം സിനിമയ്ക്ക് നൽകുന്നുണ്ട്. സാങ്കേതിക നിലവാരവുമൊക്കെ നൽകുന്നുണ്ട്. ദൃശ്യപരമായ ചിത്രം മികച്ച നിലവാരം പുലർത്തുന്നു. എന്നാൽ ആദ്യ പകുതി കുറച്ച് പ്രശ്നമായി തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ആ നർമ്മം അത് വളരെ മോശമായി തന്നെയാണ് തോന്നുന്നത്. കാരണം നിരവധി കന്നഡ താരങ്ങൾ വളരെ ബോറൻ തമാശകളുമായിട്ടാണ് വരുന്നത്. എന്നാൽ ഋഷഭ് ഷെട്ടി ക്രമേണ ആ സിനിമയെ സജീവമാക്കുന്നു. എന്നിരുന്നാലും ഇടവേളയ്ക്ക് ശേഷമുള്ള ഭാഗങ്ങൾ അത് വളരെ മനോഹരം തന്നെയാണ്. ശക്തമായ പശ്ചാത്തല സംഗീതം, ശ്രദ്ധേയമായ CG, ശക്തമായ എക്സിക്യൂഷൻ എന്നിവയാൽ ഇത് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു. രണ്ടാം പകുതിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നു. ദൈവികമായ ചില വെളിപാടുകളും മറ്റുമൊക്കെ ഉൾക്കൊള്ളുന്ന ക്ലൈമാക്സ് കാഴ്ചയും വൈകാരിക ആഴവും പ്രദാനം ചെയ്യുന്നത് തന്നെയാണ്. ഒരുപക്ഷെ ഈ സിനിമ ശാശ്വതമായ ഒരു മുദ്ര പതിപ്പിക്കാൻ കാരണമാകുന്ന കുറേ രംഗങ്ങൾ തന്നെയാണത്. കാന്താര യൂണിവേഴ്സിലെ മറ്റൊരു ഭാഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയോടെയാണ് ഈ ചിത്രം അവസാനിക്കുന്നത്. എന്നിരുന്നാലും എഴുത്ത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു. 2 ഭാഗങ്ങളിലും, ക്ലൈമാക്സിലും ഇൻ്റർവെല്ലിന് മുമ്പ് ശേഷവുമുള്ള ഭാഗങ്ങളിൽ ഒരല്പം വേഗത കുറയുന്നതായി തോന്നുന്നുണ്ട്. അത് റൺ ടൈം ഒരുപക്ഷെ വലിച്ചു നീട്ടിയതായി തോന്നുന്നതായിട്ട് കാണുന്നവർക്ക് അനുഭവപ്പെട്ടേക്കാം. ആദ്യത്തെ ഭാഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാന്താര ചാപ്റ്റർ 1 അതിൻ്റെ മൊത്തത്തിലുള്ള സാങ്കേതിക മികവ് നോക്കുമ്പോൾ നിഷേധിക്കാനാവാത്ത വിധം വലുതാണ്. ഒരുപക്ഷെ കാന്താര ആദ്യ ഭാഗം, അതിൻ്റെ യഥാർത്ഥ ആദ്യ ഭാഗം എന്ന് പറയുമ്പോൾ അത് സാധാരണ സിനിമയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നതെങ്കിലും അതിൻ്റെ ചില വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കാരണം ആ സിനിമ അത്രത്തോളം വിജയിച്ചതാണെങ്കിൽ കാന്താര 2 ഒരിക്കലും നിഷേധിക്കാനാവാത്ത വിധം വലിയൊരു സിനിമ തന്നെയാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയാണ്. ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറയുന്ന സിനിമ തന്നെയാണ്. അവസാന 30 മിനിറ്റിലാണ് ചിത്രത്തിൻ്റെ യഥാർത്ഥ മാന്ത്രികത വെളിപ്പെടുന്നത്. ഗുൽഷൻ ദേവയുടെ കഥാപാത്രം സംഗീതജ്ഞനോട് ആചാരപരമായ ചില പ്രകടനങ്ങളൊക്കെ ആരംഭിക്കാൻ സൂചന നൽകുന്ന നിമിഷം മുതൽ ഋഷഭ് ഷെട്ടിയുടെ കഥാപാത്രം കോപത്തോടെ പൊട്ടിത്തെറിക്കുന്ന ആ ഘട്ടം വരെ സിനിമ സജീവമാകുന്നു. ഈ ഒരു ഭാഗം ആകർഷകമാണ്. കൂടാതെ ആ സിനിമയുടെ യഥാർത്ഥ ആ ഒരു സ്പിരിറ്റിനെ നിർവചിച്ച ആത്മീയമായ തീവ്രതയും അത് വഹിക്കുന്നുണ്ട്. മൊത്തത്തിൽ കാന്താര അധ്യായം 1 ഒരു മാന്യമായ പ്രീക്വലായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അളവിലും അതിൻ്റെ ദൃശ്യ ഗാംഭീര്യത്തിലും എല്ലാം തന്നെ ഇത് ഒറിജിനലെ മറികടക്കുന്നു. എന്നാൽ അതിൻ്റെ ആഖ്യാനത്തിൻ്റെ ചില കാര്യങ്ങളിലും അല്ലെങ്കിൽ ഒരു വൗ ഫാക്ടർ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരല്പം കുറവ് തന്നെയാണ്. അതുമാത്രമല്ല ഇതിൻ്റെ മങ്ങിയ ആദ്യ പകുതി സിനിമയ്ക്ക് ഒരു ഭാരം തന്നെയാണ്. പക്ഷേ ശക്തമായ രണ്ടാം പകുതിയോടുകൂടി സിനിമ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. വളരെ മികച്ച ഒരു ദൃശ്യാനുഭവം പ്രദാനം ചെയ്യുന്ന സിനിമ തന്നെയാണ്.